قال رسول الله صلى الله عليه وسلم في حديث أخرجه البخاري ومسلم رحمه الله تعالى عن عبد الله بن عمرو رضي الله عنه: إن الله لا يقبض العلم انتزاعا ينتزعه من العباد، ولكن يقبض العلم بقبض العلماء، حتى إذا لم يبق عالما اتخذ الناس رؤوسا جهالا فسئلوا فأفتوا بغير علم فضلوا وأضلوا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും ഈ ഇൽമിനെ ജനങ്ങളിൽ നിന്നും ഒരു ഊരിയെടുക്കൽ, അതായത് അവരുടെ ഹൃദയങ്ങളിൽ നിന്നും ഊരിയെടുക്കുകയല്ല ചെയ്യുക. പക്ഷേ വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖദ്ദിൽ ഉലമാ, മറിച്ച് ഇൽമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുക്കുന്നത് ഉലമാക്കളെ പിടിച്ചുകൊണ്ടാണ്, ഉലമാക്കളുടെ മരണത്തിലൂടെയാണ്. നമുക്കറിയാം, ഇന്നലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ അശ്ശൈഖ് അൽ അല്ലാമ അബ്ദുൽ അസീസ് അൽ ഷൈഖ് റഹിമഹുല്ലാഹു തആല വഗഫറ ലഹു, അദ്ദേഹം ഈ ഉമ്മത്തിൽ ജീവിച്ചിരുന്ന മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന മഹാനായ പണ്ഡിതനാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം ഉറക്കെ പറഞ്ഞിരുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിനു വേണ്ടി സംസാരിച്ച, ആ വിഷയത്തിൽ ദഅവത്ത് നടത്തിയ, ജിഹാദ് ചെയ്ത വലിയ പണ്ഡിതനായിരുന്നു അബ്ദുൽ അസീസ് അൽ ഷൈഖ് റഹിമഹുല്ലാഹു തആല. അദ്ദേഹത്തിൻ്റെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു കൊടുക്കുകയും വീഴ്ചകൾ കുറവ് വരുത്തുകയും, അതായത് വീഴ്ചകൾ പരിഹരിക്കുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ജന്നത്തുൽ ഫിർദൗസിൽ അദ്ദേഹത്തെയും നമ്മളെയും എല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഏതായാലും നമ്മളെ അത് പഠിപ്പിക്കുന്ന, അദ്ദേഹത്തിൻ്റെ മരണം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ ഉയർത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എങ്ങനെയാണ് ഉയർത്തുക? അത് ജനങ്ങളിൽ നിന്നിങ്ങനെ പിടിക്കുകയല്ല, പിന്നെയോ ഉലമാക്കളുടെ മരണത്തിലൂടെയാണത് പിടിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. വലിയ ഈ പണ്ഡിതൻ മരണപ്പെടുമ്പോൾ നമുക്കറിയാം, ഈ ഉമ്മത്തിലെ വലിയൊരു നഷ്ടമാണുണ്ടായത്. നമ്മളിൽ ആരെങ്കിലും മരണപ്പെട്ടതുപോലെയല്ല ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഷൈഖ് റഹിമഹുല്ലാ. അദ്ദേഹം മരണപ്പെട്ടത് ഈ ഉമ്മത്ത് നോക്കിക്കാണുന്നത് അതിനെ അങ്ങനെയല്ല നോക്കിക്കാണുന്നത്, മറിച്ച് ഈ ഉമ്മത്തിലുണ്ടായ വലിയ ഒരു വിടവായി, ഈ ഉമ്മത്തിലെ പ്രയാസ ഘട്ടങ്ങളിൽ ചോദിക്കാനുണ്ടായിരുന്ന ഒരു ആലിമിൻ്റെ ഇല്ലായ്മയായിട്ടാണ് ഈ ഉമ്മത്ത് അതിനെ കാണുന്നത്. ലോകം മുഴുവൻ അതിനെ വളരെ വലിയ വേദനയോടെ, വിഷമത്തോടെയാണ് നോക്കിക്കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശേഷവും ഈ ഉമ്മത്തിനെ നയിക്കാൻ, ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ, ദീന് പഠിപ്പിക്കാൻ ഇനിയും ഉലമാക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഉലമാക്കൾ ഉണ്ടാവുക എന്നത് അത് വെറുതെ ഉണ്ടാകുന്ന കാര്യമല്ല. അത് പഠിക്കുന്നതിലൂടെയും അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കുന്നതിലൂടെയും അതിനുവേണ്ടി ക്ഷമ കൈക്കൊള്ളുന്നതിലൂടെയുമാണ്. നമ്മളുടെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ എന്താണ് നമ്മളുടെ അവസ്ഥ? നമ്മളുടെ അവസ്ഥ അബൂദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് പോലെയാണ്: മാലി അറാക് ഉലമാഅക്കും യദ്ഹബൂൻ വജുഹാലക്കും ലാ യതഅല്ലമൂൻ. അദ്ദേഹം പറയുകയാണ്, എന്താണ് ഞാൻ ഈ കാണുന്ന അവസ്ഥ? എന്താണ് എൻ്റെ അവസ്ഥ? ഞാൻ എന്താണ് കാണുന്നത്? ഉലമാഅക്കും യദ്ഹബൂൻ, ഞാൻ നിങ്ങളുടെ ഉലമാക്കൾ പോകുന്നതായി കാണുന്നു. ഉലമാക്കൾ മരണപ്പെടുകയാണ്. അബൂദർദ
റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അദ്ദേഹമാണ് ഈ പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, മാലി അറാ ഉലമാഅക്കും യദ്ഹബൂൻ, നിങ്ങളുടെ ഉലമാക്കൾ ഇതാ പോകുന്നു, വജുഹാലക്കും ലാ യതഅല്ലമൂൻ, നിങ്ങളിൽ അറിവില്ലാത്തവരോ പഠിക്കുന്നുമില്ല. എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് അന്നത്തെ കാലത്ത് അദ്ദേഹം പറയുകയാണ്. അതായത് സ്വഹാബിയായിരുന്ന ആ സ്വഹാബി, മഹാനായ സ്വഹാബി താബിഈങ്ങളുടെ കാലത്ത് ആ താബിഈങ്ങളോടും മറ്റുമൊക്കെയായി പറയുകയാണ്, ഉലമാക്കൾ ഇതാ മരണപ്പെട്ടു പോകുന്നു, നിങ്ങൾ പഠിക്കുന്നുമില്ല. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് ലോകത്ത് എത്ര ഉലമാക്കൾ ആവശ്യമാണ്? അന്നത്തെ ജനസംഖ്യയും ഇന്നത്തെ ജനസംഖ്യയും നോക്കിയാൽ വളരെ വലിയ അന്തരം ലോകത്തുണ്ട്. എന്നാൽ ഉലമാക്കളുടെ എണ്ണത്തിൽ നമുക്കിന്ന് 100-1 എന്നോ 100.1 എന്നോ ഒന്നും പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അല്ലെങ്കിൽ 10,000-ൽ ലക്ഷത്തിൽ ഒരു ആലിമുണ്ട് എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. അങ്ങനെ ഒരു കാലഘട്ടം. ജനങ്ങൾക്ക് ഇൽമിന് അവരുടെ ഭക്ഷണത്തെക്കാളും ആവശ്യമാണ്. അവരുടെ ഭക്ഷണത്തെക്കാളും വെള്ളത്തെക്കാളും ഇൽമ് അവർക്ക് ആവശ്യമാണ്. ഒരാൾക്ക് പട്ടിണി കിടക്കാം, പക്ഷേ അവർക്ക് ആവശ്യമായ ഇൽമില്ലാതെ അവർ ജീവിക്കുക എന്നത് പട്ടിണി കിടക്കുന്നതിനേക്കാൾ അപകടമാണ്. അങ്ങനെയുള്ള ഇൽമ് അത് പഠിക്കാൻ ആളുകളില്ല. നമുക്കറിയാം, മരണപ്പെട്ടു പോയ ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലി ഷെയ്ഖ്, അദ്ദേഹം കണ്ണ് കാണാത്ത ആളായിരുന്നു. കണ്ണ് കാണാത്ത ആളായിട്ട് കൂടി അദ്ദേഹം ഈ ഉമ്മത്തിനെ നയിക്കുന്ന മഹാനായ പണ്ഡിതനായി മാറിയിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് എന്ത് ഉദ്റാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ വെക്കാനുള്ളത്? നമുക്കറിയാം, കിഫായിയായ വാജിബാണ് ഇൽമ് ആഴത്തിൽ പഠിക്കുക എന്നത്. ആവശ്യമായ ഇൽമ് പഠിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. എന്നാൽ അതിനെ ആഴത്തിൽ പഠിക്കുകയും പണ്ഡിതന്മാർ പഠിക്കുന്നത് പോലെ അതിനെ പഠിച്ചു മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് കിഫായിയായ സമൂഹത്തിൽ ചിലരെങ്കിലും ചെയ്തിരിക്കേണ്ട ഇൽമാണ്, അല്ലെങ്കിൽ നിർബന്ധമാണ്. ബാങ്ക് കൊടുക്കുന്നവനെ പോലെ, മയ്യത്ത് കുളിപ്പിക്കുന്നത് പോലെ, മയ്യത്ത് നിസ്കരിക്കുന്നത് പോലെ ചിലരെങ്കിലും അത് ചെയ്തിരിക്കണം. എന്നാൽ ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. എന്നാൽ നമ്മളുടെ അവസ്ഥ എന്താണ്? ആരാണ് നമ്മളിൽ ഞാൻ നാളെ ആലിമാകും എന്ന് പ്രതീക്ഷിക്കുകയെങ്കിലും ചെയ്യുന്നവരാരാണ്? എനിക്ക് നാളെ ആലിമാകണം, ഞാൻ ഈ ഉമ്മത്തിനെ നയിക്കുന്ന ആളാകണം എന്ന ആഗ്രഹമെങ്കിലും മനസ്സിലുണ്ട ആളുകൾ ഇന്ന് വളരെ കുറവാണ്. ഇല്ല എന്ന് പറയാം. പിന്നെയല്ലേ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ? ഞാൻ ആലിമാകണമെന്ന ആഗ്രഹം പോലും ഇല്ലാത്ത ആളുകൾ എങ്ങനെയാണ് അതിനുവേണ്ടി പഠിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക? സഹോദരങ്ങളെ, ഈ ഉമ്മത്ത് അവർക്ക് പല ആവശ്യങ്ങളുമുണ്ട്. ഗസയിൽ ആളുകൾ പട്ടിണി കിടക്കുന്നു, മരിക്കുന്നുണ്ട്. അവരുടെ മേൽ ബോംബ് വർഷിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനയിൽ അതുപോലെ പ്രയാസങ്ങളിൽ ആളുകളുണ്ട്. ആ പ്രയാസങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുവോ അതിനേക്കാൾ എത്രയോ അധികമാണ് അറിവിലേക്ക് ഈ ഉമ്മത്തിനുള്ള ആവശ്യം. യഥാർത്ഥത്തിലുള്ള അറിവ് ഉമ്മത്തിൽ ലഭിക്കാത്തതാണ് ഗസയിൽ ആളുകൾ മരണപ്പെടാൻ കാരണം, അവർ പട്ടിണി കിടക്കാൻ കാരണം, ചൈനയിൽ ഉപദ്രവിക്കപ്പെടാൻ കാരണം ഈ ഇൽമില്ലാത്തതാണ്. ഈ അറിവ് അവർക്ക് കിട്ടാത്തതാണ്. ഈ അറിവ് അവർക്ക് കിട്ടുകയും ദീനിന്റെ കാര്യങ്ങൾക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയും മുസ്ലിം ഉമ്മത്ത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഗസ എന്നൊരു വാർത്ത ഉണ്ടാകുമായിരുന്നില്ല. ചൈനയിലോ അതല്ലെങ്കിൽ മറ്റു നാടുകളിലോ മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാതെ, അതനുസരിച്ച് പ്രവർത്തിക്കാതെ, തോന്നിയതനുസരിച്ച് പ്രവർത്തിച്ച് പ്രയാസങ്ങൾ മാറാൻ പ്ലക്കാർഡുകൾ പിടിക്കുന്ന അവസ്ഥ, പ്രയാസങ്ങൾ മാറാൻ ജനങ്ങൾ റോട്ടിലിറങ്ങുന്ന അവസ്ഥ, അത് ആണ് പരിഹാരമെന്ന് തെറ്റിദ്ധരിച്ച് ജീവിതത്തിലെ മുഴുവൻ ഊർജവും തെരുവുകളിൽ കളയുന്ന അവസ്ഥ. നമുക്കറിയാം, കോടികൾ, ലക്ഷങ്ങൾ ആണ് റോഡുകളിൽ നിന്നിറങ്ങി ഫ്രീ പലസ്തീൻ എന്ന് വിളിച്ചു പോകുന്നത്. അതുകൊണ്ട് എന്താണ് ഉപകാരമുള്ളത്? അവരെല്ലാവരും അവരുടെ ആവേശം റോഡിൽ കളഞ്ഞു എന്നതല്ലാതെ ഉപകാരമുള്ള ഒരു കാര്യമെങ്കിലും
അവരെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, വർഷങ്ങളായി ഇതും പറഞ്ഞ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ റോട്ടിൽ അലയുന്നു, ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല. എന്നാൽ ഉപകാരമുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഈ ഉമ്മത്ത് മടങ്ങലാണ്, ദീനിലേക്ക് മടങ്ങലാണ് എന്ന് ചിന്തിച്ച, അതിനുവേണ്ടി പ്രയത്നിച്ച ആളുകൾ അവർ ഉലമാക്കളും ഉലമാക്കളുടെ വാക്കുകൾ കേൾക്കുന്നവരും മാത്രമാണ്. അതിനാൽ നമ്മളൊക്കെ ഗസക്ക് വേണ്ടി സ്റ്റാറ്റസ് ഇടുന്നതിനേക്കാൾ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നമുക്ക് ആവശ്യം അള്ളാഹുവിൻ്റെ ദീന് പഠിക്കലാണ്. ഞാൻ പറയുന്നത് ഗസയുടെ വില കുറക്കലല്ല, മറിച്ച് ഗസ രക്ഷപ്പെടണമെങ്കിൽ, അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ പ്രയാസങ്ങൾ മാറണമെങ്കിൽ, ഈ ദീനിൻ്റെ ആളുകൾക്ക് ഇസ്സത്തുണ്ടാകണമെങ്കിൽ ഈ ദീന് പഠിക്കുന്ന ആളുകൾ, ദീന് പഠിപ്പിക്കുന്ന ആളുകൾ, അതിനനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഉണ്ടാകേണ്ടത്. അതല്ലാതെ മറ്റേതൊരു ആയുധങ്ങൾക്കും ശക്തികൾക്കും ഈ ഉമ്മത്തിനെ സംരക്ഷിക്കാനാവുകയില്ല. അതിനാൽ നമ്മൾ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. കണ്ണ് കാണാത്തവർ ലോകത്തിനെ നയിച്ചിട്ടുണ്ട് എങ്കിൽ കണ്ണ് കാണുന്ന നമുക്ക് അതിന് സാധിക്കും. നമ്മളെക്കാൾ ഫഹ്മ്, അറിവ് കുറവുണ്ടായിരുന്ന ആളുകൾ, അതായത് മനസ്സിലാക്കാനുള്ള ശേഷി കുറവുള്ള ആളുകളുണ്ടായിരുന്നു. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സദസ്സിൽ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ 40 വട്ടം പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. 40 വട്ടം ഒരു മസ്അല പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. എന്നാൽ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഇജ്തിഹാദിന്റെ പ്രതിഫലമായി വലിയ ആലിമാക്കി അദ്ദേഹത്തെ മാറ്റി. നമ്മൾ പറയുന്നത് നമുക്ക് മനസ്സിലാവുകയില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ് എന്തുള്ളത്? താക്കോലുകളുള്ളത്. എല്ലാ ഖൈറിന്റെയും നന്മയുടെയും താക്കോലുകളുള്ള അല്ലാഹുവിലാണ്. അതിനാൽ ഉലമാക്കളുടെ മരണങ്ങളെ, ആ നേരത്തുള്ള വികാരങ്ങൾ, ഞാൻ വിഷമിച്ചു, ഞാൻ സ്റ്റാറ്റസ് ഇട്ടു, ഞാൻ ഷെയർ ചെയ്തു, ആലിമിന്റെ മരണം, ആ ആലിമിന്റെ മരണം വളരെ പ്രയാസമാണ് എന്ന് പറഞ്ഞ് അത് പൂട്ടിവെക്കാനല്ല, മറിച്ച് ഈ ആലിമ് മരണപ്പെട്ടാൽ ഇതിൻ്റെ ഗ്യാപ്പടക്കാൻ എന്നെക്കൊണ്ട് സാധിക്കണം, എന്നെക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്യാപ്പടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വഴികളെമ്പാടുമുണ്ട്, പക്ഷേ ഉപയോഗപ്പെടുത്താൻ ആളില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനു വേണ്ടി പഠിക്കുന്ന, സ്വന്തത്തിനും ഈ ഉമ്മത്തിനും വേണ്ടി പഠിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ദഅവത്ത് ചെയ്യുകയും ചെയ്യുന്ന ഉലമാക്കളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെവരെയും മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനും ഒരുപോലെ തന്നെ പ്രാധാന്യമുണ്ട് ദീനിൽ. അതിനാൽ പ്രയത്നിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഉലമാക്കളുടെ മരണങ്ങളിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം ഇതാണ്. ഉലമാക്കൾ മരണപ്പെട്ടാൽ നമ്മൾ അതിൽ നിന്നും പഠിക്കേണ്ട പാഠം, അവർ മരണപ്പെട്ടു പോയിരിക്കുന്നു, ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല, നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്ന പാഠമാണ്. പ്രായം അതൊരു തടസ്സമല്ല, ഫഹ്മ് അതൊരു തടസ്സമല്ല, കാഴ്ച തടസ്സമല്ല. പക്ഷേ തയ്യാറുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.